മനക്ലേശമില്ലാത്ത മനുഷ്യരാരാ ഉള്ളത്? ഏതെങ്കിലും നിലക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായ മനസ്സിന്റെ ഉടമകളാണ് എല്ലാ ആളുകളും. ഹമ്മ് പിടികൂടാത്ത മനസ്സുകളുണ്ടോ? ഹമ്മ് പിടികൂടാത്ത മനസ്സുകളുണ്ടോ? പ്രതിസന്ധികൾ അലയടിക്കാത്ത കൽബുകളുണ്ടോ? പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കാത്ത മനസ്സുകളുണ്ടോ? ഈ മനസ്സുകളുടെ ഹമ്മിന്, അതേ മനോദുഃഖങ്ങളിൽ നിന്ന് ഒരു ഫറജ് ലഭിക്കാൻ, ഒരു തുറസ് ലഭിക്കാൻ, മനസ്സൊന്ന് ക്ലിയറാവാൻ ഇസ്തിഗ്ഫാർ കാരണമായി തീരുന്നു. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മൂന്നാമത്തെ പ്രതിഫലം പറയാണ്, വറസഖഹു. ഇങ്ങനെ ഇസ്തിഗ്ഫാർ പതിവാക്കി നടക്കുന്നവർക്ക് അല്ലാഹ് റിസ്ക് കൊടുക്കും. അവൻ നല്ല റിസ്ക് കൊടുക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹ് അവന് കൊടുക്കും. നമുക്കറിയില്ല എങ്ങനെയാ അല്ലാഹ് തരുന്നതെന്ന്. അതല്ലേ ഖുർആൻ സൂറത്തു ത്വലാഖിലൂടെയും പഠിപ്പിച്ചത്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അവന് പുറത്തു കടക്കാൻ അല്ലാഹ് ഒരു വഴി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹ് അവന് നൽകും. അതൊക്കെ എന്താണ്? അല്ലാഹ് നൽകുന്ന ഫളലുകളാണ്. അതിനെന്ത് വേണം? അതിന് വേണ്ടതെന്താ? പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ മാത്രം അള്ളാഹിനോട് ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചോദിക്കലും അള്ളാഹുവിനോട് ദുആ ചെയ്യലും മാത്രമായാ പറ്റൂല. പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ മാത്രമേ എന്നെ ഓർക്കുന്നുള്ളൂ, എന്നെ വിളിക്കുന്നുള്ളൂ എന്ന് വന്നാൽ പ്രതിസന്ധികളിൽ നിന്ന് പെട്ടെന്നൊന്നും മോചനം കിട്ടില്ല. എന്താ അതിന് പാഠം? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതെ, അദ്ദേഹം ഒരു യാത്രാമധ്യേ കടലിലേക്ക് എടുത്തെറിയപ്പെട്ടൊരു ചരിത്രമുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്ക് നീങ്ങുകയല്ല. മഹാനവറുകളെ മത്സ്യം വിഴുങ്ങിയല്ലോ, മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, കടലിനടിയിലെ ആ ഇരുട്ട്, അഗാധമായ ഇരുട്ടുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഫനാദാ ഫിൽ ളുലുമാത്ത്, ഘോരഘോരമായ അന്ധകാരങ്ങളുടെ ഇരുട്ടുകൾക്ക് മധ്യത്തിൽ വെച്ചുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഒരൊറ്റ പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഫനാദാ ഫിൽ ളുലുമാത്ത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. നിന്നെക്കുറിച്ച് എനിക്കൊരു മോശപ്പെട്ട ഒരു വിശ്വാസവുമില്ല. നിന്നെക്കുറിച്ച് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും അതിലൊന്നും ഞാൻ വീണുപോവില്ല. നിന്നെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു. നീ ഒരു പോരായ്മയുമില്ലാത്ത സമ്പൂർണനാണ്. നീ എല്ലാം തികഞ്ഞവനാണ്. നീ ഒരു ന്യൂനതയുമുള്ളവനല്ല. നിനക്കൊരു പങ്കുകാരില്ല. ആ നിലക്ക് എല്ലാത്തിൽ നിന്നും സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. എന്നിട്ട് കാര്യം പറയാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ. മഹാനവറുകൾക്ക് സ്വന്തം തന്നെ മനസ്സിന് വല്ലാത്തൊരു വിഷമം കണ്ടുകൊണ്ട് അള്ളാഹുവിനോടതാ തന്റെ പ്രയാസം എടുത്തു പറയുകയാണ്. ആ ദുആയങ്ങ് നടത്തിയപ്പോൾ മഹാനായ റബ്ബുൽ ആലമീൻ, പടച്ച റബ്ബതാ അദ്ദേഹത്തിന്റെ ദുആക്ക് ഇജാബത്ത് കൊടുക്കുന്നു, ഉത്തരം കൊടുക്കുന്നു. ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതേ, ആ നിലക്ക് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട മഹാനായ പ്രവാചകനതാ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കിടക്കുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അള്ളാഹു രക്ഷപ്പെടുത്തി. ഞാൻ പറയുന്ന കാര്യം മറ്റൊന്നാണ്. രക്ഷപ്പെടുത്തിയിട്ട് അള്ളൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ വലിയ അപകടത്തിൽ നിന്ന്, വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ അവിടുന്ന് രക്ഷപ്പെടുക? ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഒരിക്കലും വിചാരിച്ചാൽ നടക്കൂല. എന്ത് രക്ഷപ്പെടാനാണ്? സമുദ്രത്തിന്റെ അടിയിലേക്ക് മീൻ വിഴുങ്ങി കൊണ്ടുപോയിരിക്കുകയാണ്. സമുദ്രത്തിന്റെ അടിയിലെ ഇരുട്ട്, എവിടെയാണ് ആഴിയുടെ അഗാധമായ ഗർത്തം, അവിടെ മത്സ്യത്തിന്റെ വയറ്. ഇനി എന്ത് രക്ഷയാകിട്ട? പക്ഷേ പ്രതീക്ഷയോടെ പിന്നെയും പ്രാർത്ഥന. ഏത് പ്രതിസന്ധി വന്നാലും ഒരു തുറസ്സുണ്ടാകുന്ന മഹാന്മാരുടെ ഏറ്റവും വലിയ ആശ, അതെ, ആ ആശ വെച്ചുകൊണ്ട് മഹാനവറുകൾ ദുആ ചെയ്യാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ.
ആ പ്രാർത്ഥനയങ്ങ് പ്രാർത്ഥിച്ചു. അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം പടച്ച റബ്ബ് അതിനെ കുറിച്ച് പറയുന്നത് ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീന. യൂനുസ് നമ്മെ എപ്പോഴും പ്രകീർത്തിക്കുന്ന പ്രകൃതക്കാരനല്ലായിരുന്നുവെങ്കിൽ, എന്താ പറഞ്ഞത്? യൂനുസ് നമ്മെ എപ്പോഴും വാഴ്ത്തുകയും പുകഴ്ത്തുകയും നമ്മെ തസ്ബീഹ് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ, അഥവാ പ്രയാസം വരുന്ന നേരത്ത് മാത്രം എന്നെ സമീപിക്കുകയും അല്ലാത്ത സമയത്തൊക്കെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു യൂനുസെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിയേണ്ടി വരുമായിരുന്നു. ഇലാ യൗമി യുബ്അസൂൻ, മനുഷ്യരെ മുഴുവനും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ. പക്ഷേ അല്ലാഹ് അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിലിട്ട് നശിപ്പിക്കാതെ സുരക്ഷിതനായി അദ്ദേഹത്തെ പുറത്തു കിടത്തിയതിനുള്ള കാരണം പറഞ്ഞത്, യൂനുസിന് എപ്പോഴും ഒരു പ്രകൃതമുണ്ട്, ഏത് ഘട്ടത്തിലും എന്നെങ്ങനെ വാഴ്ത്തിയും കൊണ്ടിരിക്കും. സന്താപം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും മാത്രമല്ല, അങ്ങനെ മനുഷ്യനെന്ന് പ്രകൃതം അങ്ങനെയാണ്. മനുഷ്യനെന്ന് പ്രകൃതം എന്താണ്? മനുഷ്യരെ